ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB&KSCB മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ CSEB പുതിയ നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിജ്ഞാപന നമ്പർ 9/2023 അതുപോലെ 10/2023 എന്നിങ്ങനെയാണ് വിജ്ഞാപന നമ്പറായിട്ട് നൽകിയിരിക്കുന്നത്. വിജ്ഞാപന തീയതിയായിട്ട് നൽകിയിരിക്കുന്നത് 26/8/2023 അതുപോലെ തന്നെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി വിജ്ഞാപന നമ്പർ 9/2023 അതിൽ കുറച്ചധികം വേക്കൻസികൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിനകത്ത് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻ്റ് സെക്രട്ടറി പോസ്റ്റ്, അതുപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റൻ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാപന നമ്പർ 10/2023 പ്രകാരം ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ തുടങ്ങിയ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ജില്ല അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ജൂനിയർ ക്ലർക്ക്, അതുപോലെ തന്നെ ക്യാഷ്യർ തുടങ്ങിയ തസ്തികയിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻസ് അത് കാറ്റഗറി വൈസും, അതുപോലെ തന്നെ ക്യാഷ്യറാണോ ജൂനിയർ ക്ലർക്കിൻ്റെ തസ്തികയാണോ ഉള്ളത് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി സ്കെയിലും വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്ന ബാങ്കുകളിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസൊക്കെ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി താമസിയാതെ ഒക്ടോബർ മാസം വരെ വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള സമയമൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വിവിധ ജില്ലകളിലെ നോട്ടിഫിക്കേഷൻസ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിത് സ്ക്രോൾ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ബാങ്കുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കുറിച്ച് വയ്ക്കുക, നമ്പർ കുറിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ CSEB-യുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ PDF ഫയൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വേണ്ട രീതിയിൽ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് അയക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിജ്ഞാപനം 9/2023 10/2023 പ്രകാരം അപേക്ഷകൾ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2 വിജ്ഞാപനങ്ങൾക്കുമുള്ള അപേക്ഷകൾ പ്രത്യേകം കവറിലാക്കി സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം 18 വയസ്സ്, അതുപോലെ മാക്സിമം 40 വയസ്സ് എന്നുള്ളതും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവുണ്ടെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS സെക്ഷനിൽ 3 വർഷത്തെ ഇളവും, ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷത്തെ ഇളവുമുണ്ട്. അതുപോലെ 80 മാർക്കിനാണ് എക്സാം. അതുപോലെ സംഘത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 15 മാക്സിമം. ഇൻ്റർവ്യൂവിന് ഹാജരായാൽ 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനുമാണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഫീസ് അടയ്ക്കേണ്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ സൈറ്റിൻ്റെ അഡ്രസ്സ് CSEB.Kerala.gov.in എന്നുള്ളതാണ് പുതിയ സൈറ്റ്. നേരത്തെ CSEB.Kerala.gov.in എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് മാറിയിട്ടുണ്ട്. KeralaCSEB.Kerala.gov.in എന്നുള്ളതാണ് പുതിയ സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ അപേക്ഷ ഫോറം, അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ തന്നെ സമർപ്പിക്കേണ്ടതും, അല്ലാത്ത പക്ഷം മറ്റൊരു അറിയിപ്പും കൂടാതെ തന്നെ അപേക്ഷ നിരസിക്കുന്നതാണ് എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അപേക്ഷയുടെ ഫീസ് തിരികെ നൽകുന്നതല്ല. അതുപോലെ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതും പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ അഡ്രസ്സ് മാറിയിട്ടുണ്ട്. നമ്മുടെ
വിവിധ തസ്തികയിലേക്കുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അഡ്രസ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷകൾ പ്രത്യേകം കവറിലാക്കി നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി സർവീസ് സഹകരണ പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, DPI ജംഗ്ഷൻ, തൈക്കാട് PO ജഗതി, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിൽ സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സിൽ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണം, അതുപോലെ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് 3% സംവരണത്തിൻ്റെ കാര്യം ഈ നോട്ടിഫിക്കേഷനകത്ത് ഈ പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.